മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മധുരമുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണോ അത്രയും എടുക്കാം. പിന്നീട് ഞാൻ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഇതുപോലെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡിനനുസരിച്ചിട്ട് എടുത്താൽ മതി നാളികേരം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വലിയ പീസൊന്ന് മുറിച്ചെടുക്കണം. കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ബ്രെഡിൻ്റെ പീസിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഐറ്റംസ് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണം. നെയ്യിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, മറ്റേ എണ്ണകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നോർമൽ തീയിലൊക്കെ വെച്ചിട്ട് നോർമൽ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. കൂടുതൽ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം നാളികേരത്തിൻ്റെ. ഇത് ഞാൻ ചിരകി വെച്ചിട്ടുള്ള നാളികേരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോക്സിൽ കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ ചിരകുകയാണെങ്കിൽ കുറച്ച് കുഞ്ഞായിട്ട് ചിരകിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് വറുത്തെടുക്കാനൊക്കെ ഒന്നും കൂടി എളുപ്പമാണ്. ഇനി ഏകദേശം ഇതൊന്ന് മൂത്ത് കിട്ടിയ ശേഷം എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പും ഈ നാളികേരം കൂടിയും നെയ്യിൽ കടന്നിട്ട് മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും. ആ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് വേണ്ടത് മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മതി. ഞാനിപ്പോൾ ഇതൊരു പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നെയ്യും പഞ്ചസാരയും ചേരുമ്പോഴത്തെ ടേസ്റ്റ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കളറൊന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. നാളികേരത്തിൻ്റെ അത്രയും മതി. ഇനി നമുക്കിത് സ്റ്റൗവ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഏലക്കയുടെ ഒരു മണവും ടേസ്റ്റും ഒക്കെ നമുക്ക് നല്ലതാണല്ലോ ഇതിനൊക്കെ, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയും മതി. ഇതുപോലെയാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് മുറിച്ച് മാറ്റാം. ഇത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ഈ വൈറ്റ് കളറാണ് ഒട്ടി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രൗൺ കളറുള്ള മുറിച്ച് മാറ്റുന്നത്. ഇനി 2 മാതിരി ഞാനിത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമുക്കിതുപോലെ മുറിച്ചിട്ട് മുറിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ എളുപ്പം മുറിക്കാതെയാണ്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി ഇത് സൈഡ് ഒട്ടിച്ച് വിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് മാതിരി ആക്കണം. വെള്ളം കൂടുതലാവരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ എടുത്തത് ഞാനെടുത്ത ബ്രെഡിന് അത്രയും മതി. നമ്മൾ ബ്രെഡിൻ്റെ പീസുകൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ മൈദയുടെ അളവും കൂട്ടിയെടുക്കണം. ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇങ്ങനെ ഒട്ടിയിട്ട് കിട്ടണം. ഇനി നമ്മൾ സൈഡ് മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിന് ഉള്ളിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ കൂടുതൽ കവിയണ മാതിരി വെക്കരുത് പുറത്തേക്ക്. ആ സെൻറ്ററിൽ വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി. 1 ടീസ്പൂൺ ധാരാളം മതിയാവും. ഇനി അതിൻ്റെ മീതെ ഈ ബ്രെഡിൻ്റെ പീസ് വെക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡിൽ ഒന്ന് കൂട്ടി കൊടുക്കണം. ആ സമയത്ത് തന്നെ നമുക്കത് കൂടുതലുണ്ടെങ്കിൽ അറിയാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അകത്ത് മൊത്തം വെച്ച് കൊടുക്കുകയാണ്.
നമ്മൾ കവർ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉള്ളിലത്തെ വെക്കാൻ. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കൂട്ടാണ് ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ 4 പുറമൊക്കെ പോവാതെ അത് കറക്റ്റായിട്ട് അതിനകത്ത് വെക്കണ മാതിരി വെച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ ആ മൈദയുടെ പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ അത് ഒട്ടി കിട്ടും. നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പുറത്തേക്കൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് നേരെ ബ്രെഡിൻ്റെ പീസ് നേരെ പിടിച്ചിട്ടത് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ ആദ്യം ഒന്ന് അമർത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കന്നെ അത് ഒട്ടി കിട്ടും. ബ്രെഡിന് കുറച്ച് നനവൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഞാൻ പറഞ്ഞത് നന്നായിട്ട് അമർത്തി കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അതിൽ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെയാണ് വേണ്ടത്. കണ്ടോ, ഇത്രയും മതി. ഇനി ആ ചെറിയ മുറിച്ച പീസിനകത്ത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നത് മുറിക്കാതെയാണ്. ഇത് ഞാനൊന്ന് മുറിച്ചതായിട്ടൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ രണ്ടായാലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപോലെയാണ്. ഇതിൻ്റെ നിറവ് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് ചെറിയ പീസാവുമ്പോൾ. അത് നമുക്ക് എങ്ങനെ വേണോ അതുപോലെ ചെയ്താൽ മതി. ആദ്യം ചെയ്ത അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് പേസ്റ്റ് മാതിരി ആക്കിയെടുത്തത്. മൈദ കണ്ടോ, ഇതുപോലെ ഇതും ചെയ്തെടുത്തു. എല്ലാം ഞാൻ അങ്ങനെ ആദ്യം ചെയ്ത ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അതും നമ്മൾ നെയ്യിൽ തന്നെയാണ് ചെയ്യണത്. കൂടുതൽ നെയ്യൊന്നും ഒഴിക്കണ്ട. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. 2 പീസ് വെക്കാം. അത് പാത്രം നമ്മൾ ഏതാണോ എടുക്കണം അതിനനുസരിച്ചിട്ട് കൊള്ളുന്ന മാതിരി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ അടിഭാഗം ഒന്ന് നോർമൽ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കൂടുതൽ നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു നോർമൽ തീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മറിച്ചിടുന്നതിൻ്റെ മുന്നേട്ട് ആ സൈഡിലും നെയ്യ് സ്പൂൺ കൊണ്ട് തേച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അതുകൊണ്ട് ഒട്ടും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ഇത് 2 സൈഡ് ഇതുപോലെ മൂത്ത ശേഷം നമുക്കത് മൈദ ഒട്ടിച്ച ഭാഗം കൂടി ഒന്ന് 4 വശം ഒന്ന് നെയ്യിൽ ഇട്ട് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ അത് വെന്ത് കിട്ടും. 2 സൈഡും മാറിയിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. കരിഞ്ഞു പോകരുതെന്നുള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. കരിയാതെ മാത്രം നോക്കിയാൽ മതി. ഇതുപോലെ സൈഡിലും കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് എല്ലാ 4 സൈഡും നമ്മൾ ഈ തവയിൽ അമർത്തി പിടിച്ചാൽ അത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല മധുരവും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നൊരു സാധനമാണ്. ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണിത്. ഇത്രയും മതി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മൊരിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തും പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത്രയാണ് ചെയ്തത്. കളർ ചേഞ്ചായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ മാറ്റി. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിലും ഇത് ചെയ്യാം, കുറച്ച് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം മാതിരി ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.